സ്റ്റാർട്ടിങ് നമ്മൾ 55 ചെയിനാണ് ഇടേണ്ടത് കേട്ടോ. ആദ്യം നോട്ടിട്ടു, അതിന് ശേഷം യാൺ ഓവർ ചെയ്ത് ഉള്ളിൽ കൂടെ വലിക്കുക. 2 ഇങ്ങനെ 55 ചെയിന് ആദ്യം ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ 55 ചെയിൻ ഇട്ടു കേട്ടോ. 55 ചെയിൻ ഇട്ടിട്ട് ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇടുക. നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യണത്. യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. യാൺ ഓവർ ഒരു നൂല് വലിക്കുക. യാൺ ഓവർ 2 നൂല് വലിക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇതേപോലെ ബാക്കി എല്ലാത്തിലും ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ഒരു ചെയിനിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അതാണ് ഈ ചെയിൻ. നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. യാൺ ഓവർ ഒരു നൂല് വലിക്കുക. യാൺ ഓവർ 2 നൂല് വലിക്കുക. ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ എല്ലാ ചെയിനിലും ചെയ്യുക കേട്ടോ. യാൺ ഓവർ ഒരു നൂല്, യാൺ ഓവർ 2 നൂല്. അതിൽ ഇതേപോലെ എല്ലാത്തിലും എല്ലാ ഹുക്കിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കാം. ഇതാ നമ്മളുടെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി ഇവിടുന്ന് നമ്മൾ 2 ചെയിനാണ് ഇടേണ്ടത്. 1 2. ഇനി നമ്മളിത് വർക്ക് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്തു വിട്ടാൽ എന്നാലാണ് നമുക്ക് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമുണ്ടാവുള്ളൂ. ഇനി ബാക്കിയുള്ള എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വിടും ചെയ്യാട്ടോ. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം 2 ചെയിൻ ഇട്ടു. യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്യുക. തിരിച്ച് വലിച്ചെടുക്കുക. 3 നൂല്. യാൺ ഓവർ 1 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. ഇനി യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ യാൺ ഓവർ ചെയ്യുക. തിരിച്ച് വലിക്കുക. യാൺ ഓവർ 1 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. ഇങ്ങനെ എല്ലാത്തിലും ചെയ്യാം കേട്ടോ. ലെങ്ത്ത് നല്ലോണം ഉണ്ട്, എല്ലാത്തിലും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ ലാസ്റ്റ് വരെ ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. യാൺ ഓവർ ചെയ്ത് 2 ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. വീണ്ടും 3 ചെയിൻ, 2 3. വീണ്ടും ഇതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ചെയിൻ ഇട്ടു. അതൊരു ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ. അത് യാൺ ഓവർ ചെയ്യുക. ഹുക്ക് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ചെടുക്കുക. യാൺ ഓവർ 1 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. വീണ്ടും അതേപോലെ നെക്സ്റ്റ് ചെയിനിൽ ചെയ്യുക. ഇതിൽ മൊത്തം ഡബിൾ ക്രോഷ്യയാണ് വരുന്നത് കേട്ടോ. യാൺ ഓവർ 1 നൂല്. ഇങ്ങനെ എല്ലാ ഭാഗവും വീണ്ടും ചെയ്യാട്ടോ. ഞാൻ അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീണ്ടും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി നമ്മൾ 3 ചെയിൻ ഇടുക. 1 2
3 വർക്ക് നമ്മൾ വീണ്ടും ടേൺ ചെയ്തിട്ട് സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ഇട്ട ആ ഒരു സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 1 ചെയ്തു. ചെറിയൊരു ഹോള് പോലെ വരും കേട്ടോ. ഒരെണ്ണമാണ് ചെയ്തത്. സെയിം ആ ഒരു റോയിൽ തന്നെ രണ്ടാമത്തെയും ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ഒരെണ്ണം ചെയ്തു, yarn over ഒരെണ്ണം കളയുക, yarn over 2 എണ്ണം കളയുക, yarn over 2 എണ്ണം കളയുക, 2 എണ്ണം ചെയ്തു. വീണ്ടും yarn over ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, മറ്റേ ചെയിനിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നാലാമത്തെ റൗണ്ടിൻ്റെ ലാസ്റ്റ് ചെയിനിലെത്തി. വീണ്ടും yarn over ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക കേട്ടോ. yarn over ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു.